വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3 കാണാതായ 7 പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷപ്പെട്ട 7 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലെയാണ് കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത്. കള്ളാടി ആനക്കാമ്പൊയിൽ തുരങ്കപാത നിർമ്മാണത്തിനായി എത്തിയ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. തൊഴിലാളികളെത്തിയ ബസ് മണ്ണിടിച്ചിൽ അകപ്പെട്ടതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. സമീപത്തെ കടയുടെ സമീപം നിന്നവരും നടന്നുപോയവരുമടക്കം തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. அந்த மண்ணு சரியில பார்த்தோன்னே மண்ணு சரியுது ஓடிடுவோம் அப்படின்னு நினைச்சு ஓடி அந்த பாலம் ஒன்று இருந்தது. ஓடி வர முடியல. ஆனால் மண்ணு சளி ஒவ்வொரு கால் வலிக்கிட்டு இருந்துச்சு. ஏமா ஓடி வந்தோம். ஓடி வந்துக்கிட்டு கீழே வந்துருச்சு, பெட்டன் வந்துருச்சு. வந்து காலை இழுத்து கீழே விழுந்து மண்ணக்க இதாகி വണ്ടിക്ക് അടിയിൽ പോയി எப்படி വന്നോന്ന് தெரியல. സ്നിഫർ ഡോഗുകളെ അടക്കം ഉപയോഗിച്ചാണ് കാണാതായവർക്കായുള്ള തിരച്ചിൽ നടത്തുന്നത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, നാട്ടുകാർ അടക്കമുള്ള രക്ഷാപ്രവർത്തകരാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത്. പരിക്കേറ്റ 7 പേരും മേപ്പാടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 2 പേർ ICUവിലും 5 പേർ വാർഡിലുമായാണ് ചികിത്സയിൽ തുടരുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 2 പേർ ഡിസ്ചാർജായി. മേപ്പാടി ചൂരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. പ്രദേശവാസികളെ കള്ളാടി ഗവൺമെന്റ് LP സ്കൂൾ, മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷൻ, ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് എന്നിവിടങ്ങളിലേക്കാണ് മാറ്റിപ്പാർപ്പിച്ചത്. ഏറാട്ടുകുണ്ട്, അട്ടമല, മമ്മിക്കുന്ന്, അംബേദ്കർ ഉന്നതിയിലെയും ആളുകളെയും മാറ്റിപ്പാർപ്പിച്ചു. സ്കൂളുകളിലേക്ക് പോയ വിദ്യാർത്ഥികളെയും ജോലിക്ക് പോയവരെയും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കും. കാലവർഷം ശക്തി പ്രാപിച്ചതിനാൽ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിരുന്നു. മീനാക്ഷി പാലത്തിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്ത ശേഷം പാലത്തിന്റെ സുരക്ഷയും പരിശോധിക്കും. അമൃത ന്യൂസ്, വയനാട്.